ഷാർജ എയർപോർട്ട് റോഡിലെ ഒരു വിദ്വാൻ നല്ല സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ലൈൻ തെറ്റിച്ച് വേറൊരു വണ്ടി കയറി ഇടിച്ച് ആ വണ്ടി പോയി മറ്റൊന്നിലിടിച്ച് 3 വണ്ടികൾ മൊത്തത്തിൽ ആക്സിഡൻ്റ് ആയ സംഭവം നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ വിദ്വാൻ ചെയ്തത് വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിക്കളയുന്ന ഒരു സമീപനം സ്വീകരിച്ചു. പിടിക്കില്ലാതെങ്ങ് കരുതിയോ? യുഎഇയിൽ പോലീസിൻ്റെ വലവിരിക്കൽ ചെറിയ രൂപത്തിലൊന്നുമല്ല. എവിടെ ഓടി ഒളിച്ചാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ശേഷിയും അതിൻ്റെ സർവൈലൻസ് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റവും യുഎഇയുടെ വിവിധ എമിറേറ്റുകളിലെ പോലീസിനുണ്ട്. 6 മണിക്കൂറായില്ല അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നു. ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കാര്യമായ അപകടം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയോ അപകടം പറ്റിയിട്ടില്ല, ഗുരുതരമായ പരിക്കിലേക്ക് ആരും പോയിട്ടില്ല, ആരും മരിച്ചിട്ടില്ല എന്ന് കരുതി രക്ഷപ്പെട്ട് കളയാമെന്നൊന്നും കരുതി ഓടരുതാരും. അതിനെ നേരിടണം എന്നുള്ളതാണ് ഇവിടെ യുഎഇ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഓടിയാൽ ഈ വാഹനം ഒന്നാമത് വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ലൈൻ തെറ്റിച്ച് മറ്റു വാഹനങ്ങളിൽ പോയി ഇടിക്കുക എന്നുള്ളത്. 2 വർഷം വരെ വേണമെങ്കിൽ വാഹനം കണ്ടുകെട്ടാം. 50,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും സംഭവ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളത് അഭികാമ്യമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. 2025 ഏറ്റവും വലിയ ചൂട് ഇന്ന് അലൈനിലെ സ്വൈഹാനിൽ പ്രകടമായി. 51.6 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും ശക്തമായൊരു ചൂട് ഈ വർഷം രാജ്യം കണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് 1:45 സ്വൈഹാനിൽ ഇങ്ങനെ ഒരു ചൂട് പ്രകടമായത്. വരും ദിവസങ്ങളിൽ ഇതിനപ്പുറം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെ ഇരിക്കുമ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇന്ന് രാത്രി പ്രത്യേകിച്ച് അലൈൻ ഭാഗത്ത് വേണമെങ്കിൽ മഴ പെയ്യാം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മേഘങ്ങൾ അത്തരത്തിൽ ഉരുണ്ടുകൂടി വരുന്നു എന്നൊക്കെയാണ്. അതൊരു മിതമായ തോതിലുള്ള മഴയായിരിക്കും എന്നും പറയുന്നുണ്ട്. എങ്കിലും ആ മഴ കിട്ടിയാൽ ചൂടിന് വലിയൊരു ആശ്വാസം കിട്ടിയേക്കാം. പെയ്യുമോ എന്നറിയില്ല, സാധ്യതയുണ്ട് എന്നാണ് NCM പറയുന്നത്. ഗസയിലെ കുഞ്ഞുങ്ങൾക്കും ആശുപത്രി കഴിയുന്നവർക്കും ആഹാരം കിട്ടാനില്ല, മരുന്നില്ല, ബേക്കറി സാധനങ്ങളൊന്നുമില്ല, തുണിയില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് UAE 24 ട്രക്കുകളാണ് അങ്ങോട്ടേക്ക് അയച്ചത്. അതിൽ ഈ വെയർഹൗസിലേക്ക് ഇതെല്ലാം കൊണ്ടുപോകുന്നൊരു വഴിയുണ്ട്. ഇസ്രായേൽ സേനയുടെ അധീന പ്രദേശങ്ങളിലൂടെയാണ് ഗസയിലെ ഈ വെയർഹൗസുകളിലേക്ക് സാധനം കൊണ്ടുപോകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ സൈനികരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല. 24-ൽ 23 ട്രക്കുകളും കൊള്ളയടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നൊരു റിപ്പോർട്ട് വരികയാണ്. ഒരെണ്ണം മാത്രമാണ് കൃത്യമായിട്ട് വെയർഹൗസിൽ എത്താൻ പറ്റിയത്. ലോകത്ത് പല ഭാഗത്തുനിന്നും ഇതുപോലെയൊക്കെ സഹായങ്ങൾ, ഉദാരമതികളായ ആളുകളുടെ സഹായങ്ങൾ വരുന്നുണ്ടാകും. അതിർത്തിയിൽ വെച്ച് സൈനികരാണോ മറ്റേതെങ്കിലും കൊള്ളക്കാരാണോ പലരും ഇതെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി വരികയാണ് എന്നുകൂടി ഇതുമായി ചേർത്ത് വെച്ച് വായിക്കണം. നമ്മൾ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും ആ ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്നുകൂടി ഇതിനകത്ത് പരിഭവത്തോടു കൂടി പറയേണ്ടതുണ്ട്. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, 123 Cargo, Kalyan Jewellers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Best Express Cargo, Bliss Institute, Canadian University Dubai, Explore Education, Fira Foods.